Sure. Okay. Biju sir also joined. Sir, good evening. Good evening, Manoj sir. It's 4 o'clock. So I think 4 മണിയായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So Lakshmi, I think we'll start, right? Yes, sir. We can start. Okay. So good evening all. Namaskaram. KDISC ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള ഇന്നോവേഷൻ ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോക്ക് സീരീസിന്റെ 11ാമത്തെ സീസൺ 2ലെ 11ാമത്തെ ടോക്ക് സീരീസ് ആണ്. അതിന് പ്രഭാഷണ പരമ്പരയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ നൂതന ആശയ രൂപീകരണം പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി KDISC ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കേരള ഇന്നോവേഷൻ ടോക്ക് സാധാരണ രീതിയിൽ ഈ സീസൺ 2ൽ കൂടുതലും ഇന്നോവേഷനും സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടോക്ക് സീരീസ് ആണ് നടന്നു വരുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഈ ടോക്ക് സീരീസിലേക്ക് പ്രഭാഷണ പരമ്പരയ്ക്കായിട്ട് വന്നെത്തിയിട്ടുള്ളത് ജോഫിൻ ജോസഫ് ആണ്. ഒരുപക്ഷെ പലരും വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ പത്രത്തിൽ കൂടെയൊക്കെ ജോഫിൻ ജോസഫിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കമ്പനിയെ കുറിച്ചും ഒക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാവും. Right now he is a founder and CEO of Totto Learning, and Jofin Joseph was the GM for Full Contact in India, responsible for the scale up and growth of the company's office here and led the data research function. He is currently building his third startup called the Totto Learning in the early learning space. And while working for Full Contact, he led the scale up of the team to 170 member organization. Jofin co-founded a startup called Profoundus and built Vibe, a sales data intelligence tool that went on to gather 100K plus users. So 100K plus users before it got acquired by Full Contact, which we have read in newspaper. And those days, startup ഒരു വലിയൊരു boom തന്നെ നൽകിയ ഒരു ന്യൂസ് ആയിരുന്നു അത്. And as innovators who are attending this program, he is a right person. കാരണം ഇതുപോലെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ 3ാമത്തെ സ്റ്റാർട്ടപ്പ് വെഞ്ചർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഗ്രോ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി എന്താണ്, അതിനകത്ത് എത്രമാത്രം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഇന്നോവേഷൻ കോഷ്യൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അദ്ദേഹം നമ്മോട് സംസാരിക്കും. ഇന്ന് അദ്ദേഹം നമ്മോട് സംവാദിക്കാനായി സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്നാണ് ഹൗ ടു ക്രിയേറ്റ് ആൻ ഇന്നോവേഷൻ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാൻ പറ്റും ഇന്ന് നമ്മൾ ഈ ഒരു YIP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് അത് ഇവാഞ്ചലൈസ് ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ ഇന്നോവേഷൻ ഒരു ഒരു എംപവർമെന്റോടുകൂടി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ടോക്ക് സീരീസും അതോട് അനുബന്ധിച്ചുള്ള പല പരിപാടികളും നടത്തി വരുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് തന്നെ ഒരു പക്ഷേ ഈ ഒരു ജോലി കിട്ടി പോകുന്നതിന് പകരം ഒരു പക്ഷേ ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റിൽ കൂടി അവരുടേതായ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതൊരു സോഷ്യൽ എന്റർപ്രൈസ് ആവുകയോ അല്ലെങ്കിൽ അപ്പുറം റിസർച്ച് ആക്കി മാറ്റുകയോ ചെയ്യുന്നത് വഴി ഒരു പക്ഷേ അവർക്ക് അവരുടേതായ ഒരു മൂല്യം തന്നെ അവരുടെ സംരംഭത്തിലായാലും അവരെന്തിൽ ചെയ്താലും സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉതകുന്ന രീതിയിലേക്ക് ഇന്നത്തെ ജനത മാറാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടോക്ക് സീരീസ് നമ്മൾ നടത്തുന്നത്. ഇന്ന് ഇങ്ങനെ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ തീം സെലക്ട് ചെയ്ത ജോഫിൻ ജോസഫിനെ ഈ കേരള ഇന്നോവേഷൻ ടോക്ക് സീരീസിലേക്ക് KDISCന്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇത് 20 മിനിറ്റ് ആയിരിക്കും ഈ ഒരു പ്രഭാഷണം ഉണ്ടാവുക. അതിനുശേഷം ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം നൽകുന്നതിനോടൊപ്പം തന്നെ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ ഐ വെൽക്കം യു ജോഫിൻ, and over to you.
Thank you so much, Manoj sir, and thanks KDISC-നും ഓർഗനൈസേഴ്സിനും എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ടു ബി വിത്ത് യു ഓൾ. ക്വിക്ക്ലി നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നോവേഷൻ കൾച്ചർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പം നമ്മളെല്ലാം ഭാഗമായിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജസ്, സ്കൂൾസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി തന്നെ ആദ്യം പറയണം. അപ്പം ബിജു സർ, ഞാൻ സംസാരിച്ച് തുടങ്ങണോ അതോ ഒരു കോൺവെർസേഷൻ സ്റ്റൈലിലാണോ? സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, ശരി, ഷുവർ. അപ്പം നമ്മളെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് തന്നെ തുടങ്ങാം. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ടോക്ക് തുടങ്ങേണ്ടതും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. നേരത്തെ ഡോക്ടർ മനോജ് പറഞ്ഞു മൂന്നാമത്തെ സ്റ്റാർട്ടപ്പാണ് ടോട്ടോ ലേണിംഗ് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന്. ഈ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇതിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കോളേജിലായിരുന്നു. ആൻഡ് ഇപ്പം ഇത് ശ്രദ്ധിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഒരു 90% മുകളിലും കോളേജിൽ ഉള്ളവരാണ്, വിദ്യാർത്ഥികളാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കോളേജ് ടൈമിൽ തന്നെ തുടങ്ങാം. ആ കോളേജിൽ വെച്ചുള്ള തുടങ്ങിയ സ്റ്റാർട്ടപ്പും അതെന്തായിരുന്നു എന്നുള്ളതും അതിൽ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുമുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ 2006 കോളേജിൽ ജോയിൻ ചെയ്യുന്നത്, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ്. IHRDയുടെ കോളേജാണ്. ഗവൺമെൻറ് ഒരു ടിപ്പിക്കൽ ഗവൺമെൻറ് കോളേജിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉള്ള ഒരു കോളേജായിരുന്നു. അപ്പം ഈ കോളേജിൽ നമ്മളൊക്കെ +2 കഴിഞ്ഞ് കോളേജിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേനും ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. ഒരു പുതിയ ടൈപ്പ് ലൈഫ്, ഒരു പുതിയ കൾച്ചർ ലൈഫ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കോളേജ് എന്ന് പറയുന്നത്. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ്, ആ കോളേജിൽ കുറച്ചധികം പ്രത്യേകതകൾ ആദ്യം തന്നെ ഭയങ്കരമായി അട്രാക്ട് ചെയ്ത കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ആ കോളേജിൽ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഈ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് ടോപ്പിക്സ്, ഈ മെയിൻ കരിക്കുലത്തിൽ വരുന്ന ടോപ്പിക്സ് ഒന്നും അല്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുക എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈഡ് ടോപ്പിക്കാണ്. അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും, അതും അല്ലെങ്കിൽ എന്തെങ്കിലും വെബ് ഡിസൈനിങ്ങിനെ പറ്റി എന്തെങ്കിലും. ഇതൊന്നും നിങ്ങൾ എഞ്ചിനീയറിംഗ് കരിക്കുലത്തിൽ പഠിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇതുപോലത്തെ സൈഡ് ടോപ്പിക്സ് ഒരുപാടെണ്ണം അന്ന് നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ 4th ഇയേഴ്സിലും 3rd ഇയേഴ്സിലും ഒക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ സെഷൻസ് എടുക്കാറുണ്ടായിരുന്നു. അതാണ് ആദ്യമായി തന്നെ ഈ ഒരു ടെക്നോളജി സ്പേസിലേക്ക് ആകർഷിച്ചു വന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു വരുമ്പോഴത്തേനും അതുപോലെ തന്നെ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ആ കോളേജിൽ ഒരുപാട് വലുതൊന്നും അല്ലെങ്കിലും നമ്മുടെ സീനിയേഴ്സ് കുറെ അധികം സ്റ്റാർട്ടപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റാർട്ടപ്പ് ചെയ്തവർക്കൊക്കെ ഒരു കൂൾ പരിവേഷം ഉണ്ടായിരുന്നു കോളേജിൽ വെച്ചിട്ട്. അപ്പം സ്വാഭാവികമായും ഓക്കെ, പുള്ളി ഒരു കമ്പനി നടത്തുന്ന ആളാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിവേഷം ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഹീറോയിക് പരിവേഷമൊക്കെ. അപ്പം അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു ആദ്യത്തെ മോട്ടിവേഷൻ വരുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, കോളേജിലിരുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ചെയ്താൽ, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ, ചെയ്താൽ ഇങ്ങനെ ഒരു കൂൾ പരിവേഷം കിട്ടും എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷനാണ് നമുക്ക് ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോന്നലിന് പുറകിൽ. അങ്ങനെയാണ് 2007, 2008 സമയത്ത്, അതായത് 2nd ഇയർ 3rd ഇയർ ടൈമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കുറച്ച് സ്കിൽസ് നമ്മൾ പഠിച്ചെടുത്തു. കുറച്ച് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ പറയുക, ഇപ്പോഴത്തെ കരിക്കുലത്തിൽ ഒരു 7ാം ക്ലാസ് മുതലുള്ള അല്ലെ 5ാം ക്ലാസ് മുതലുള്ള കരിക്കുലത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് HTML, ബേസിക് പൈത്തൺ, PHP എന്നൊക്കെ പറയുമ്പം പലപ്പോഴും അത് കവർ ചെയ്ത് പോകുന്ന, കരിക്കുലത്തിൽ തന്നെ കവർ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അന്ന് ഞങ്ങളുടെ ഒന്നും കരിക്കുലത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചെടുത്തു. ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാം, നമുക്ക് വിചാരിച്ചാൽ സ്വയമായിട്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഒരു 1st ഇയർ കഴിഞ്ഞ് 2nd ഇയർ ഒക്കെ ആയപ്പോൾ
ഇതിൽ നിന്നാണ് നമ്മളുടെ തുടക്കം. ഓക്കെ, അപ്പം ഞാനിപ്പം ഇന്നോവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ തന്നെ ശരിക്കും വാസ്തവത്തിൽ വലിയ ഭീകരമായ ഇന്നോവേഷൻ ഒന്നും നമ്മളവിടെ ചെയ്തിട്ടില്ല. നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തും ചെങ്ങന്നൂരത്തെ ചെറിയ ബിസിനസ്സുകളുടെ അടുത്തും ഒക്കെ ചെന്നിട്ട് ചേട്ടാ വെബ്സൈറ്റ് വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു തോട്ട് ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് അന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ വൺസ് വി ഗോട്ട് സ്റ്റാർട്ടഡ്, അത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മനസ്സിലായത് അങ്ങനെ സ്വയമായിട്ടൊരു കാര്യം ചെയ്യുന്നതിനകത്തൊരു ക്ലിക്കുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അതിൻ്റെ പുറകെ വേറൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. നമുക്ക് വലിയ ഭയങ്കരമായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഉണ്ടാവുന്നു. ആ പൈസ ഉണ്ടാവുന്ന അപ്പം നമുക്ക് തന്നെ സമ്പാദിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് പോക്കറ്റ് മണിക്ക് അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറയുമ്പോഴത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് പിന്നെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേനും നമ്മളൊരു 70-80 വെബ്സൈറ്റ്സ് എങ്കിലും പല കമ്പനികൾക്കായിട്ട് ചെറുതും വലുതുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോൾ നമ്മളുടെ ഹോസ്റ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് വീട്ടിൽ പൈസ ചോദിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയെത്തി. ഇതൊക്കെ ആയിരുന്നു ആ കോളേജ് ടൈമിലെ സന്തോഷം. അപ്പം അപ്പോഴും ഫോർത്ത് ഇയർ ആയപ്പോഴും ഞാൻ പറയില്ല ഭയങ്കരമായി ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ഞങ്ങൾ ചെയ്തിരുന്നു എന്ന്. അതിനെ ഞങ്ങൾ അന്ന് സ്റ്റാർട്ടപ്പ് എന്ന് വിളിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ ഒരു കമ്പനി തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനെ സ്റ്റാർട്ടപ്പ് എന്നൊന്നും ഞങ്ങൾ വിളിച്ചിട്ട് പോലുമില്ല. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കോളേജ് കഴിഞ്ഞപ്പം ആ സ്വന്തമായിട്ട് ചെയ്തതിൻ്റെ ആ ഒരു കിക്ക് എന്ന് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നമ്മളുടെ കൂടെ ഇങ്ങ് പോകുന്നു. ഓക്കെ, ഞങ്ങൾ എല്ലാവരും പല കമ്പനികളിലായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ ഇൻഫോസിസിലായിരുന്നു. അപ്പം ഒറിജിനലി കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ ചിന്ത ഒരു 5 വർഷം നമുക്ക് കമ്പനിയിലൊക്കെ സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് കുറെ എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയിട്ട് കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം, എന്നിട്ട് വീണ്ടും തുടങ്ങാം എന്നൊക്കെ ഉള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ once we got there, especially when we got into a large company like Infosys, ഒരു വലിയ കമ്പനിയുടെ ഒരു കുഞ്ഞു ഭാഗമായിട്ട് നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, സ്വന്തമായിട്ട് അത് കോളേജിൽ വെച്ച് ചെയ്തപ്പം കിട്ടിയിരുന്നതിനേക്കാളും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്, കൂടുതൽ എക്സ്പോഷർ ഉണ്ട്, കൂടുതൽ ചിലപ്പം അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുണ്ട്, ലൈഫ് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ആദ്യം പറഞ്ഞ കിക്ക് ഉണ്ടല്ലോ, അത് മിസ്സിങ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ 5 വർഷം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങൾ 2 വർഷമായപ്പോഴത്തേനും ഇറങ്ങി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 2012 നമ്മൾ ആദ്യത്തെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 4 വർഷം റൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു US ബേസ്ഡ് കമ്പനി ഏറ്റെടുത്തു. അതിനുശേഷം അതായിരുന്നു രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ്. അത് കഴിഞ്ഞ് ഇപ്പം ആ US ബേസ്ഡ് കമ്പനിയുടെ കൂടെ കുറച്ച് നാൾ വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം 3ാമത്തെ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമുക്ക് ഒരുപാട് സമയമില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ ഞാൻ ഇപ്പോഴും ഇന്നും ഈ കഴിഞ്ഞ വർഷം 33ാമത്തെ വയസ്സിൽ വീണ്ടും ഇറങ്ങി അടുത്ത കമ്പനി തുടങ്ങാം എന്ന് പറയുന്നതിൻ്റെ മോട്ടിവേഷൻ അന്നും ഇന്നും ആ കോളേജിൽ വെച്ച് അനുഭവിച്ച ആ കിക്കാണ്. ഓക്കെ, അതിനൊരു പ്രത്യേകതയുണ്ട്, റൈറ്റ്? സോ ദ ഫസ്റ്റ് ടൈം യു ഡു സംതിങ് ഓൺ യുവർ ഓൺ and you feel happy about it, you make some money out of it, you create something on your own, right? അതിന്റെ സന്തോഷം അത് ഇറ്റ് ലിവ്സ് വിത്ത് യു ഫോർ എ വെരി ലോങ് പീരിയഡ് ഓഫ് ടൈം, റൈറ്റ്? അപ്പം ഇപ്പോഴും ഇതിന്റെ ഒക്കെ തുടക്കം ആ കോളേജിൽ വെച്ചാണ്. വലിയ ഇന്നോവേറ്റീവ് ഒന്നും അല്ലാതെ, വലിയ ഭീകരമായ കാര്യങ്ങളൊന്നും അല്ലാതെ, വളരെ ചെറിയൊരു കാര്യം കോളേജിൽ വെച്ച് ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോഴും ഇപ്പോഴും ആ ഒരു മോട്ടിവേഷൻ മനസ്സിലുള്ളത്. അപ്പം ഞാൻ ആ ഒരു പോയിന്റോടുകൂടി ഞാൻ പുറകിലേക്ക് പോവാം, ആ കോളേജ് ടൈമിലേക്ക് പോവാം. നമ്മുടെ ടോപ്പിക്ക് ഒരു ഇന്നോവേഷൻ കൾച്ചർ കോളേജിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണല്ലോ. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ സിലിക്കൺ വാലിയിലെ സ്റ്റാർട്ടപ്പുകൾ. ഈ ലോകത്തുള്ള വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസ് എല്ലാം എടുത്തു നോക്കിയാൽ എല്ലാം ഇതിൽ നല്ലൊരു ശതമാനം ഉണ്ടായിട്ടുള്ളത് ഒരു യൂണിവേഴ്സിറ്റിക്ക് ചുറ്റുമാണ്. ഇപ്പം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവേർഡ് യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികൾ ശരിക്കും സ്റ്റാർട്ടപ്പുകളുടെ വിളനിലമാണ്. അപ്പം ഈ വലിയ കമ്പനികൾ, ഏത് വലിയ കമ്പനികളിലും എടുത്തോ, ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഭയങ്കര അറിയാവുന്ന ഫേമസ് സ്റ്റോറിയാണ്. മാർക്ക് സക്കർബർഗ്
സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആണ് എന്നുള്ളത്. അപ്പം ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ഇപ്പം ദ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. യൂണിവേഴ്സിറ്റി ഡോം റൂമിൽ നിന്നാണ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ റൂമിൽ നിന്നാണ് ഈ സ്റ്റാർട്ടപ്പിന്റെ തുടക്കം. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ബെഹമോത്ത് കമ്പനി ആയിട്ടിരിക്കുന്ന ഈ കമ്പനിയുടെ തുടക്കം ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നാണ്. ഇങ്ങനെ ഫേസ്ബുക്ക് എന്നല്ല ഇഷ്ടം പോലെ കമ്പനികൾ. അപ്പം ഇതുപോലത്തെ ഇക്കോസിസ്റ്റത്തിന്റെ ഒക്കെ സെൻട്രൽ പോയിന്റ് ഇസ് എ യൂണിവേഴ്സിറ്റി. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പം ഒരു ബാംഗ്ലൂർ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരു കുഞ്ഞ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട്. ഇതിനൊന്നും നമുക്ക് ഒരുപാട് ഒരു കോളേജുമായിട്ടോ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ടോ കണക്ട് ചെയ്ത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ എപ്പോഴും നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റീനെ അല്ലെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റീനെ ഒരു ഇന്നോവേഷൻ എൻജിനാക്കി മാറ്റുന്നത്? അവിടുന്ന് വലിയ വലിയ കമ്പനികൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് വലിയ വലിയ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇഫ് യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്, എൻ്റെ പെർസ്പെക്റ്റീവിൽ ദർ ആർ 5 things, 5 കാര്യങ്ങളാണ് ഒരു കോളേജിനെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റീനെ ഒരു ഒരു ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അവിടുത്തെ കമ്മ്യൂണിറ്റിയാണ്. ഇത് ഞങ്ങളുടെ കേസിലും ഒരു ചെറിയ രീതിയിൽ പ്ലേ ഔട്ട് ആയ ഒരു കാര്യമാണ്. ആ കമ്മ്യൂണിറ്റിയും ആ കമ്മ്യൂണിറ്റി തരുന്ന ഇൻസ്പിറേഷൻ. ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ അതൊരു ശരിയായ ഇൻസ്പിറേഷൻ ആയിരുന്നോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കുറച്ച് സീനിയേഴ്സ് ആർ സീൻ ആസ് വെരി കൂൾ ഡൂഡ്സ് ഇൻ കോളേജ്, റൈറ്റ്? അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, അല്ലെങ്കിൽ കമ്പനി തുടങ്ങുന്നു, അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അത് അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ പ്യുവർലി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുന്നതായിരിക്കാം. എന്ത് റീസൺ കൊണ്ടും ആയിക്കോട്ടെ, ആ ഒരു കമ്മ്യൂണിറ്റി ഓൾറെഡി കുറേ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ചുറ്റുമുള്ളപ്പം ആ കമ്മ്യൂണിറ്റി നമുക്ക് തരുന്ന ഒരു ലെവൽ ഓഫ് ഇൻസ്പിറേഷൻ ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആ കമ്മ്യൂണിറ്റി തരുന്ന ഗൈഡൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ ആയിരിക്കുന്ന, മാസങ്ങളും വർഷങ്ങളുമായിട്ട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. നിങ്ങൾക്ക് ചുറ്റും ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങളെ ഒരു ചെറിയ കോൺവെർസേഷൻ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്ലോക്കേഴ്സ്, ഇപ്പം നമ്മളുടെ നാട്ടിൽ നമ്മളുടെ സ്റ്റുഡൻസ്, കോളേജുകളിൽ ഉള്ള സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസും വളരെ നിസ്സാരമായ ചലഞ്ചസ് ആണ്. ഒരു ദിവസം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചലഞ്ചസ് ആണ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട് എങ്കിൽ. അപ്പം ഈ ഹാർവേർഡും സ്റ്റാൻഫോർഡും പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ്, over a period of time there's a community which has grown, right, around it. ആ ഏരിയയിലുള്ള ആളുകളൊക്കെ പലവട്ടം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ളവരായിരിക്കാം, പലവട്ടം സ്റ്റാർട്ടപ്പ് സക്സസ് ആയിട്ടുള്ളവരായിരിക്കാം. അവിടെ ഒരു സപ്പോർട്ടിങ് ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം 2 കാര്യങ്ങൾ, ഒന്ന് ആ കമ്മ്യൂണിറ്റി തരുന്ന ഇൻസ്പിറേഷൻ, 2 ആ കമ്മ്യൂണിറ്റി തരുന്ന ഗൈഡൻസ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ ഇതൊന്നും നമുക്ക് ചുറ്റും ഇല്ലല്ലോ, നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വേണ്ട ഇനി ഗൈഡൻസ് കിട്ടാൻ, ഇൻസ്പിറേഷൻ കിട്ടാൻ എന്നുള്ളത്. പക്ഷേ ഇനി 3 കാര്യങ്ങളും കൂടെ ഉണ്ട്. ഓക്കെ, വിച്ച് ഇസ് ഗോയിങ് ടു ബി മോർ ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? അതിൽ ഒന്ന്, ഈ കോളേജിൽ നമുക്ക് ചുറ്റുമുള്ള ഒരു സമയമാണ്. ഓക്കെ, ഇപ്പം ഞാൻ 33 വയസ്സായി, എന്താ പറയുക, 3ാമത്തെ സ്റ്റാർട്ടപ്പാണ്. അതിൽ 2 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ്. ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കോളേജിലാണ് തുടങ്ങിയത്. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കോളേജ് ഇസ് ദ ഈസിയസ്റ്റ് പ്ലേസ് ഇൻ വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ് എന്നുള്ളത്. അതിന് റീസൺ ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. ഒരു കോളേജിലായിരിക്കുമ്പം ഇറ്റ്സ് എ റിസ്ക് ഫ്രീ ടൈം ദാറ്റ് യു ഗെറ്റ്. കാരണം നിങ്ങളുടെ മുകളിൽ എക്സ്പെക്ടേഷൻസ് ഇല്ല, നിങ്ങളുടെ മുകളിൽ ഭീകരമായ പ്രതീക്ഷകൾ ഇല്ല. കോളേജിൽ വെച്ച് പഠിക്കണം, മാർക്ക് മേടിക്കണം എന്നുള്ളതിനപ്പുറം ആരും നിങ്ങൾ സമ്പാദിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ ഹോസ്റ്റൽ ഫീം ഒക്കെ ഒരു പരിധി വരെ പെയ്ഡ് ഫോർ ആയിരിക്കും, ഐദർ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണിൽ നിന്ന്. അത് നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലും ഇല്ലെങ്കിലും അത് പെയ്ഡ് ഫോർ ആയിരിക്കും. അപ്പം പൊതുവേ നിങ്ങളുടെ പുറത്ത് എക്സ്പെക്ടേഷൻസ് റിലേറ്റീവ്ലി എങ്കിലും കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് കോളേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി ചെയ്യാനും, അത് ചെയ്തിട്ട് നന്നായി വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സമയമാണ് കോളേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, കോളേജിൽ
നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമിലർ മൈൻഡുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോളേജിനോളം നല്ല വേറൊരു സമയമില്ല. കാരണം നിങ്ങൾക്ക് ചുറ്റും നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ അതേ ഫേസിൽ കൂടെ കടന്നു പോകുന്നവർ, നിങ്ങളുമായിട്ട് അലൈൻ ചെയ്യുന്ന തോട്ട് പ്രോസസ്സ് ഉള്ളവർ. ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാനോ ഇങ്ങനെയുള്ളവർക്ക് ഒരു 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 ടീമായി ഫോം ചെയ്യാനോ വളരെയധികം എളുപ്പമുള്ള ഒരു സമയമാണ് കോളേജ്. For all these two factors, നിങ്ങളുടെ the time in college എന്ന് പറയുന്നത്, it's stress free, it has got a lot of people around you. For these two reasons, the time at college is the perfect timing for that, right? And the next is the age, right? ഈ ഏജിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു തരത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ആയില്ല എന്ന് പറയും. മറ്റൊരു തരത്തിൽ നിങ്ങളുടെ ഞാൻ പറയും അതെപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം you're not staying with stereotypes in your mind, right? ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും നിങ്ങൾക്കില്ല, റൈറ്റ്? ഇൻ എ കോളേജ് അത് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, അല്ല എന്തുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെ തന്നെ ചെയ്യണം, ഇത് വേറൊരു രീതിയിലായാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. ബിക്കോസ് നമ്മളുടെ മേളിൽ ഈ സ്റ്റീരിയോ ടൈപ്സ്, ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള സ്റ്റീരിയോ ടൈപ്സ് വന്നിട്ടില്ലാത്തൊരു സമയമാണ്. വി ആർ ഗ്രീൻ, വി ആർ ഫ്രഷ്, റൈറ്റ്? ആ ഒരു സമയത്ത് ഇന്നോവേറ്റീവ് തോട്ട് പ്രോസസ്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് വളരുന്നത് ആ ഒരു സമയത്തായിരിക്കും. അപ്പം ഈ പ്രായം ഫോർ ദാറ്റ് മാറ്റർ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയമാണ് ഈ പ്രായം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ കമ്മ്യൂണിറ്റി, കോളേജിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയും അത് കൊണ്ടുവരുന്ന അഡ്വാൻറ്റേജസും ഇൻ ടേംസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ഇൻ ടേംസ് ഓഫ് ഗൈഡൻസ്. രണ്ടാമത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കോളേജിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പ്രായവും അത് കൊണ്ടുവരുന്ന അഡ്വാൻറ്റേജസ്. കാരണം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന പ്രായമാണ്. ദർ ആർ നോ സ്റ്റീരിയോ ടൈപ്സ് ഓൺ യു. ആൻഡ് അറ്റ് ദ സെയിം ടൈം വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണിത്. ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്ത് ഫെയിലായി പോയാൽ ആരും നിങ്ങളെ ഒന്നും പറയില്ല. അങ്ങനെ ഒരു സമയമാണിത്. അപ്പം ഇതെല്ലാം കൊണ്ടും ഈ 4 ഫാക്ടേഴ്സ് കൊണ്ടും കോളേജാണ് ബെസ്റ്റ് ടൈം, റൈറ്റ്? ഇനിയും ഞാൻ അവസാനം പറയാൻ പോകുന്ന ഫാക്ടർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇന്നോവേഷൻ ഹാപ്പൻസ് വെൻ യു ആക്ച്വലി ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സംതിങ്. നിങ്ങൾ ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് 100 ദിവസം ആലോചിച്ച് ഒരു ഭയങ്കര വലിയ ഐഡിയയുമായിട്ട് പുറത്തു വരാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാനുള്ള പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഈസ് വെരി വെരി ലോ. അതേ സമയത്ത് നിങ്ങൾ ഒരു ചെറിയ തോട്ടുമായിട്ട് ഇറങ്ങി മുന്നോട്ട് പോയി ഒരു കാര്യം ചെയ്തു നോക്കി കഴിയുമ്പോൾ അതിനകത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ ഒരു പുതിയ ഐഡിയയിൽ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് അതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷനും ഇന്നോവേറ്റീവ് തോട്ട്സുമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യത and probability is very very high, right? The start is very important, right? Until you start, you wouldn't be able to innovate and create more stuff around it, right? ആ ചെറിയ തുടക്കം is very important, right? ഞാൻ അഗെയിൻ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിനിമയുടെ കാര്യം നേരത്തെ പറഞ്ഞതുകൊണ്ട് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഫേസ്ബുക്കിന്റെ തുടക്കത്തിനെ പറ്റി ആ സിനിമയിൽ പറയുന്നത്. ഫേസ്ബുക്കിൽ മാർക്ക് സക്കർബർഗ് ഗേൾ ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് എന്തോ ഒരു റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിലുള്ള എല്ലാ കുട്ടികളുടെയും ഡേറ്റാബേസ് ഹാക്ക് ചെയ്ത് അതെല്ലാം കൂടി ഒരു ചെറിയ വെബ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായിരുന്നു ഫേസ്ബുക്കിന്റെ തുടക്കം എന്ന്. അപ്പം അത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഈ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവിടുന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഫേസ്ബുക്ക് തുടങ്ങിയത്. പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ഫേസ്ബുക്കിനെ ഗ്ലോബൽ ബ്രാൻഡാക്കിയ പല ഇന്നോവേറ്റീവ് സാധനങ്ങളും അല്ല ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സും ഇതിനകത്തേക്ക് വന്നത് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഫേസ്ബുക്കിലെ അതിൻ്റെ തുടക്കം ഹാക്ക് ചെയ്തത് ശരിയാണോ ശരിയല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ കുഞ്ഞു തുടക്കം, ആ ഒരു ചെറിയ തുടക്കമാണ് അതിനകത്തെ സ്പാർക്ക്. മാർക്ക് സക്കർബർഗ് ഒരു ഡോം റൂമിലിരുന്ന് കഥ അടച്ചിരുന്നിട്ട് നാളെ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഈ ടൂളിനകത്ത് എന്തൊക്കെ ഫീച്ചർ വേണം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഒരു കാലത്തും ഒരുപക്ഷെ ഫേസ്ബുക്ക് പുറത്തു വരില്ലായിരുന്നു. പകരം വളരെ ചെറിയ ഒരു തോട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു തുടക്കമാണ് പിന്നീട് പുതിയ അതിന്റെ പുറത്തേക്ക് ഇന്നോവേറ്റീവ് തോട്ട്സ് കൂടുതൽ വന്ന് തുടങ്ങുന്നത്. അപ്പം ദാറ്റ് സ്റ്റാർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വാട്ട് ഐ എം സേയിങ് ഇസ് കോളേജ് ഈസ് ദി ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്.
for all the reasons that I told before, right? College, this is an age where it is risk-free. This is an age where you can try out and fail, right? And this is an age where you have unlimited thinking potential, right? Your thought process is not disturbed by stereotypes. Your thought process is not aligned by stereotypes. Right? So അതുകൊണ്ട് തന്നെ college ആണ് the best place to start and the best time to start, right? So ഓഫ് കോഴ്സ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളുടെ ഇക്കോസിസ്റ്റത്തിൽ, നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ കോളേജുകളിൽ ആവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ദ കമ്മ്യൂണിറ്റി, സപ്പോർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ വലിയ സ്റ്റാർട്ടപ്പുകൾ സക്സസ് ആക്കിയ ഒരുപാട് പേരെ നമ്മളുടെ കോളേജിൽ അല്ലെങ്കിൽ കോളേജിൻ്റെ ഇക്കോസിസ്റ്റത്തിലോ അതിന് ചുറ്റുപാടോ ഒരുപാട് കാണാനൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു സഹായം ചോദിക്കണമെങ്കിൽ കോളേജിൽ തന്നെ ഒരാൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ യു നോ വാട്ട് ദ ഗുഡ് ന്യൂസ് ഇസ്, 20 വർഷം അല്ലെ 10 വർഷം മുമ്പത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. നമുക്ക് കുറവുകളുള്ള ആ രണ്ട് ഭാഗം, ഗെറ്റിംഗ് ഇൻസ്പിറേഷൻ ആൻഡ് ഗെറ്റിംഗ് ഗൈഡൻസ് എന്ന് പറയുന്ന ആ രണ്ട് ഭാഗം, നമുക്കില്ലാത്ത ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിപ്പോൾ കോളേജിൽ തന്നെ ഇരിക്കണം എന്നില്ല. ഈ ടോക്ക് പോലും നമ്മൾ കോളേജിലിരുന്ന് അല്ല കേൾക്കുന്നത്. 3 വർഷം മുമ്പായിരുന്നെങ്കിൽ നമ്മൾ കോളേജിൽ ഇരുന്ന് ആരെങ്കിലുമൊക്കെ കോളേജിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ ഓഡിറ്റോറിയത്തിൽ ഒരു മീറ്റിംഗ് വെച്ചാലേ ഇങ്ങനെ ഒരു ടോക്കൊക്കെ മിക്കവാറും സംഭവിക്കുള്ളായിരുന്നു. ഇന്ന് ആ കോളേജിന്റെ ലിമിറ്റേഷനോ ഈ പറയുന്ന ബൗണ്ടറികളുടെ ലിമിറ്റേഷനോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. യു ഗോ ടു ട്വിറ്റർ, യു ഫോളോ ദ റൈറ്റ് പീപ്പിൾ, യു ഗെറ്റ് ദ ഇൻസ്പിറേഷൻ. You go to different platforms, social media തന്നെ different platforms, you go to Reddit and browse through topics, you get the inspiration and you get that guidance as well, right? ഇന്ന് ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ, ഒരു കമ്മ്യൂണിറ്റി തരുന്ന ഇൻസ്പിറേഷനും ഗൈഡൻസും, അത് while it was a big blocker for us, like നമ്മൾ കേരളത്തിൽ ഇരുന്ന് കുഞ്ഞു കോളേജുകളിൽ പഠിച്ച് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്കൊരു വലിയ നെഗറ്റീവ് ഫാക്ടർ ആയിരുന്നുവെങ്കിൽ ഇന്നതല്ല എന്നുള്ളതാണ് വാസ്തവം, റൈറ്റ്? ബാക്കിയുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ ഏജ്, നമ്മുടെ എനർജി, നമ്മുടെ റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം ഈ ലോകത്തുള്ള വേറെ ആരുമായിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ the current situation, the world going online, the information getting democratized over all the place is actually putting us, right, people like us in an advantageous position. People like everyone who's watching this, right, in an advantageous position. So I would add, college is the best time and now is the best time to actually start, right? So I'll take like 2 quick minutes. ഇത് കേൾക്കുന്ന കോളേജിലുള്ള അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ആൾക്കാർക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, കാരണം ഞാൻ വലിയ തത്വങ്ങൾ പറഞ്ഞിട്ട് ഒരു ടാക്ടിക്കലി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാതെ പോയിട്ട് കാര്യമില്ലല്ലോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഏറ്റവും വളരെ സിമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂസ് ദ പവർ ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്, റൈറ്റ്? നിങ്ങൾ റെഡിറ്റിൽ പോവുക, നിങ്ങൾ ട്വിറ്ററിൽ പോവുക, നിങ്ങൾ പ്രൊഡക്റ്റ് ഹണ്ടിൽ പോവുക, ഇങ്ങനത്തെ വെബ്സൈറ്റുകളിലൊക്കെ പോവുക. അതിനകത്ത് ഫോളോ ചെയ്ത് തുടങ്ങുക, റൈറ്റ്? ആളുകൾ ബിൽഡ് ചെയ്യുന്നതും ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. ദാറ്റ് വിൽ ഗിവ് യു ദ ഇൻസ്പിറേഷൻ. ട്രൈ ടു ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റീസ്, റൈറ്റ്? ഇപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള IEDCs ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ പോലത്തെ അല്ലെങ്കിൽ KDISC പോലത്തെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഹെഡ് സ്റ്റാർട്ട് നെറ്റ്വർക്ക്, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിൽ പോയി പാർട്ടാവുക. അവിടെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും, റൈറ്റ്? യൂസ് സോഷ്യൽ നെറ്റ്വർക്ക് ഫോർ ഇറ്റ്. ലിങ്ക്ഡിനിൽ മാക്സിമം ആൾക്കാരെ, ഈ സ്റ്റാർട്ടപ്പ് സ്പേസിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക. ഷെയിംലെസ്ലി റീച്ച് ഔട്ട് ടു ദം, റൈറ്റ്? സേ എനിക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കതൊന്ന് വാലിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്, എവിടെ തുടങ്ങണം എന്ന് അറിയാതെ ഞാൻ സ്റ്റക്കാണ്. You send this to 100 people, at least 2 or 3 people will respond to you, right? Use the power of that. That's the starting point, right? And the most important thing is start doing it, right? നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, just start doing it, right? അപ്പം use these social networks. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഇത് സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറകോട്ടേക്ക് ഇട്ടാൽ കാണാം. സോ നേരത്തെ പറഞ്ഞ ഓരോ നെറ്റ്വർക്ക്സും, just go and explore these networks, meet people, ask questions, ask for help. People will be ready to help, right? And you can get started, right? With that, I'll close. I am reachable again on social network and other places. You can figure out how to find me. So all the very best. This is the right time to start, and just start.
Okay, thank you, Jofin. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ ഒരു ഇക്കോസിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് കമ്മ്യൂണിറ്റി, ടൈം, ഏജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും ക്യാച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഈവൻ ഇഫ് യു ഹാവ് ടു സ്റ്റാർട്ട് സംതിങ് ദെൻ യു ഷുഡ് തിങ്ക് അബൌട്ട് ഇന്നോവേഷൻ, അല്ലെങ്കിൽ പിന്നീട് ഇന്നോവേഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക്. അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഹൗ ഡു എ സ്റ്റുഡൻറ് സ്പോട്ട് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് ഇന്നോവേഷൻ? എപ്പോഴാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇന്നോവേഷന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോൾ സ്പോട്ട് ചെയ്യാൻ പറ്റും? അത് കോളേജ് ഡേയ്സിൽ തന്നെയാണോ അതല്ലെങ്കിൽ അതിന് ശേഷമാണോ എന്നുള്ളത്? See, innovation starts from problems. Innovation ഒരു സ്റ്റാൻഡ് അലോൺ സാധനമല്ല. Innovation is a result of problems, right? എന്താ പറയുന്നത്, നമ്മളുടെ ചുറ്റുമുള്ള ഏത് ഇന്നോവേഷൻ എടുത്താലും ഇതെല്ലാം എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നിടത്തു നിന്നാണ് ഒരു ഇന്നോവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു പ്രോബ്ലം ഇപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇന്നോവേഷൻ വരാൻ വേണ്ടിയിട്ട് ഷുഡ് ബി വെയിറ്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് കോളേജ്? അതിനോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, അത് കോളേജ് കഴിയുന്നിടം വരെ നിങ്ങൾ ആ പ്രോബ്ലംസിൻ്റെയും നിങ്ങളുടെയും ഇടയ്ക്ക് വലിയ മതിലൊന്നും വരും പണിത് വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ കുഞ്ഞു പ്രോബ്ലം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. റൈറ്റ്? വഴിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഒരു ട്രാഫിക്കിൽ ഒരു പ്രശ്നം കാണുന്നുണ്ടോ? വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ഇന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു മാർഗ്ഗമില്ല എന്നുള്ള ഒരു പ്രശ്നമാണോ? റൈറ്റ്? നിങ്ങളുടെ എന്താ പറയുക, കോളേജുമായിട്ട് ബന്ധപ്പെട്ടോ, നിങ്ങളുടെ ജോബ് ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ടോ, നിങ്ങളുടെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടോ, അതും അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും, റൈറ്റ്? എന്ത് പ്രശ്നങ്ങളും ക്യാൻ ബി എ സ്റ്റാർട്ട് പോയിന്റ് ഫോർ ആൻ ഇന്നോവേഷൻ. അപ്പം ഇന്നോവേഷൻ എന്ന് പറയുന്നതിന് ഈവൻ എ 3-year-old or 4-year-old can actually figure out problems around him or her and find solutions to it. അതൊരു mindset മാത്രമാണ്. And the more the problem is something that we can connect to, the better always, right? എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്ത് ഈ ട്രെൻഡുകൾ ഫോളോ ചെയ്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി. ആദ്യത്തെ 2 പ്രൊഡക്ട്സ് ആക്ച്വലി ഡേറ്റ അനലിറ്റിക്സ് ഭയങ്കര ട്രെൻഡാണ്, നമുക്ക് ഡേറ്റ അനലിറ്റിക്സിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് തുടങ്ങി. 2ഉം കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. മൂന്നാമത് ഞങ്ങൾ ചെയ്ത ആക്ച്വലി 4ാമത് ചെയ്ത പ്രൊഡക്റ്റ് ഞങ്ങളുടെ തന്നെ പ്രോബ്ലത്തിൽ നിന്ന് വന്ന, അതായത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഒരു പ്രോബ്ലം, അതിനൊരു സൊല്യൂഷൻ ആയിരുന്നു. ദാറ്റ് ബിക്കെയിം എ സക്സസ്. അപ്പം നിങ്ങൾ കോളേജിലായിരിക്കുമ്പം വലിയൊരു എന്റർപ്രൈസ് കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ ഒബ്വിയസ്ലി യു വുഡന്റ് ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. പക്ഷേ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റും എന്നുമുണ്ട്, റൈറ്റ്? You only need to open your eyes to actually see those problems and find a solution for those problems. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ഹണ്ട് പോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു സ്പാർക്കിൽ നിന്ന് ഒരു പ്രശ്നം, ആ പ്രശ്നം ആൾക്കാർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടും. എല്ലാ ദിവസവും ഒരു 10-100 പ്രൊഡക്ട്സ് അതിനകത്ത് പുതിയതായിട്ട് ആളുകൾ ഉണ്ടാക്കിയിടുന്നത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടും. സോ ഫണ്ടമെന്റലി സ്റ്റാർട്ട് ഫ്രം എ പ്രോബ്ലം, ആൻഡ് പ്രോബ്ലംസ് ആർ ഓൾ അറൗണ്ട് യു. സോ it doesn't have a time frame when it starts. So absolutely you can start anytime. Okay, അതിന് ചേർത്തുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, ഈവൻ ഡു യു തിങ്ക് ദാറ്റ് മെനി ഓഫ് ദി സ്റ്റാർട്ടപ്സ് ഫെയിൽ? അത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഇന്നോവേഷൻ. അത് ചോദിക്കേണ്ട ഒരു കാരണം പറയാൻ കാരണം, even some of the students start their enterprises as an innovative idea from their college days, പക്ഷെ അത് ഗ്രോത്തിലേക്ക് ഒരു പക്ഷെ എത്തുന്ന സമയത്ത് അത് ഫെയിലിയർ ആയി. അത് ആ ക്വാളിറ്റി ഓഫ് ഇന്നോവേഷൻ്റെ ഇതാണോ, അതോ നേരത്തെ ജോഫിൻ പറഞ്ഞതുപോലെ അതൊരു പ്രോബ്ലം കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും പറ്റാത്തതുണ്ടോ? റൈറ്റ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതും ആ സ്റ്റാർട്ടപ്പ് സക്സസ് ആവുന്നതിനും ഇടയ്ക്ക് കുറച്ച് അധികം ഫാക്ടേഴ്സും കൂടി കയറി വരുന്നുണ്ട്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്നൊക്കെ പറയും. സോ ബേസിക്കലി they say you need a problem, you need a solution to the problem. ഇനി ഇത് രണ്ടും മാത്രം പോരാ, ഇതിൽ മൂന്നാമതൊരു ഫാക്ടറും കൂടെ പിന്നീട് കയറി വരുന്ന കാര്യമുണ്ട്, വിച്ച് ഇസ് എ മാർക്കറ്റ്. അപ്പം ഈ ലോകത്ത് ആർ ദെയർ ഇനഫ് പീപ്പിൾ ഹു ആർ ഫേസിങ് ദ സെയിം പ്രോബ്ലം ആൻഡ് ഹു വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ യുവർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ എപ്പോഴും ഉണ്ട്. അപ്പം ആ ഫാക്ടറും കൂടി മാച്ച് ആയാൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവുള്ളൂ ഇവൻച്വലി. പക്ഷേ it's always good to think about that as well right in the beginning. പക്ഷേ കോളേജിൽ വെച്ച് when we get started with something, നമ്മുടെ ആദ്യത്തെ ഐഡിയ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു വലിയ ഭീകരമായ മാർക്കറ്റുള്ള ഐഡിയ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. You get started,
right? You get started, um, and then gradually you will figure out, right? So gradually you will figure out how to actually turn this around, so that a lot of people would want it, right? If you do it smart enough, you will find it, or you wouldn't find it. You just close it down, you move to the next one, right? അപ്പം ഏത് സ്റ്റാർട്ടപ്പുകളും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ ഒരു 1-2 വർഷം നമ്മൾ ആ എക്സ്പ്ലോറേഷൻ ഫേസിൽ കൂടെ പോകണം, എന്നാൽ മാത്രമേ നമുക്ക് അതൊരു സക്സസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ്. ആ 2 വർഷം എന്ന് പറയുന്നത് അല്ല, ആ ഒരു സമയമില്ലാതെ വളരെ റെയർ ആയിട്ടുള്ള മാത്രമേ സ്റ്റാർട്ടപ്പുകൾ സക്സസ് ആയിട്ടുള്ളൂ. ഈ റൺ അവേ സക്സസ് എന്ന് പറയുന്നത് ഓൾവേസ് എ റെയറിറ്റി. ഓർ അവസാനം കഥ പറയുമ്പോൾ മാത്രമേ അത് വരുന്നുള്ളൂ. ആദ്യത്തെ ഒരു വർഷം എല്ലാ സ്റ്റാർട്ടപ്പും കുറേ പിവട്ടുകളിൽ കൂടെയും ആദ്യം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മാറ്റിയാണ് ചെയ്യുന്നത്. How smart you do it and how open you are about doing it is the key thing, right? അപ്പോൾ മാറ്റങ്ങൾ എന്നും ഉണ്ടാവും. നിങ്ങൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല 100ാമത്തെ ദിവസം ഉണ്ടാക്കുന്നത്, അതായിരിക്കത്തില്ല 300ാമത്തെ ദിവസം ഉണ്ടായിരിക്കുന്നത്, ഇതൊന്നും ആയിരിക്കത്തില്ല സക്സസ് ആവുന്നത്, വിച്ച് യു മൈറ്റ് ഫിഗർ ഔട്ട് ഓൺ ദ 500th day of starting it. So that change is inevitable. So അതുകൊണ്ട് തന്നെ what Dr. Manoj said is absolutely correct, in the sense that ആദ്യത്തെ ഐഡിയ might not be the perfect idea, right? അതുകൊണ്ട് ഫെയിൽ ആവാം, പക്ഷെ ഫെയിൽ ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അതിനകത്ത് ബ്യൂട്ടി, right? Because you learn a lot of things. The next idea which you work on will be great, and the best part of it all is you can go through this phase in college where there is very limited risk on you, right? ഇതിപ്പോൾ ഒരു ജോലി തുടങ്ങിക്കഴിഞ്ഞ് ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ട് 2 വർഷം ഞാൻ എന്താ പറയാ ഫെയിൽ ആയാലും കുഴപ്പമില്ല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ എം സേയിങ് ദിസ് ബിക്കോസ് ഐ ഹാവ് ബീൻ ത്രൂ ഇറ്റ്, റൈറ്റ്? ആദ്യത്തെ 2 വർഷം കംപ്ലീറ്റ് ഫെയിലിയേഴ്സ് ആയിരുന്നു. The first 3 products which we made failed, right? We wish, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു കോളേജിലെ സ്റ്റാർട്ടപ്പിനെ കുറച്ചും കൂടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനി മാത്രമായിട്ട് എടുക്കാതെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ കുറേ സമയം ലാഭിക്കാമായിരുന്നു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. So there will naturally be those failures and those changes and the learnings from those changes. So the best part is you have a great time, risk-free time to actually go through this in college. അടുത്ത couple of questions. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ now it's a trend of serial entrepreneurship. So whether it is good to go for the serial entrepreneur as a serial entrepreneur, അതെയോ നമ്മളിപ്പോൾ ഒരു പ്രത്യേക നല്ലൊരു ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ ഒരു കമ്പനി ആക്കിയാൽ whether we should focus on growth and value creation to society. Right. So I don't think in a lot of people whom I have seen, including myself, serial entrepreneurship പലപ്പോഴും ഒരു ചോയ്സ് ഒന്നും അല്ല, it is by chance, right? And also I don't think value creation can be connected with how long you stick on to a company, right? പലപ്പോഴും ഒരു അക്വസിഷൻ അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങി അതിൽ നിന്ന് ഫൗണ്ടർ മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്, ഐദർ ആ കമ്പനി നന്നായിട്ട് പോകുന്നില്ല, then obviously you have to move on, right? അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അക്വസിഷൻ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരണം, right? And typically these acquisitions are taken up when there is a higher chance of growth for the company, right? ആ കമ്പനി സ്ട്രാറ്റജിക്കലി ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്, right? അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ the value creation, the net value creation is not going to be decreased, and in fact it will only increase because our founder moves on to something else and creates something different and in a different space, while the original company keeps growing. The founder goes on and creates something else, right? And it grows, right? I don't think value creation is reducing, it is only increasing ennulla oru abhiprayakarananu njan. Plus the reason why people start off again and again is because of the kick which I told in the beginning, right? Adoru choice onnu alla, adoru എന്താ പറയാ, അതൊരു ഭയങ്കര thoughtful choice ഒന്നുമില്ല. Once you have started and once you have found the joy in it, right, whether or not you make money, right, once you find the happiness and kick in it, you have no option but to just start, right? അത് അവസരങ്ങൾ അല്ലെ സാഹചര്യങ്ങൾ ഒത്തുവരാത്തതുകൊണ്ട് മാത്രമായിരിക്കും ചിലരെങ്കിലും തുടങ്ങാത്തത്. പക്ഷേ everyone might know
who have either shut down their companies because of failure or got acquired, etc., and who have not started again. The only reason why they have not started is സാഹചര്യങ്ങൾ വരാത്തതുകൊണ്ട്. മനസ്സുകൊണ്ട് they always want to start. Okay, thank you. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് താങ്കൾ പറഞ്ഞ ജോഫിൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടി യു കോട്ടഡ് സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് സ്റ്റാൻഫോർഡ് ആൻഡ് ഹാർവാർഡ്. ഈവൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളും പറഞ്ഞു, കമ്മ്യൂണിറ്റി, ടൈം, ഏജ്, എക്സെട്ര. ഈവൻ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ദാറ്റ് ഇക്കോസിസ്റ്റം ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ബട്ട് സ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നോവേഷൻ കൾച്ചറും ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നെങ്കിൽ do you think that even നമ്മുടെ ആ ഒരു കൾച്ചറൽ നമ്മുടെ ആ സൊസൈറ്റിയൽ ഫാബ്രിക് സ്റ്റിൽ ബിക്കംസ് എ ഹിൻഡ്രൻസ്? ലൈക്ക് people, the parents, even the people associated with the guy, അവർ ഒരിക്കലും ഒരു അപ്രീഷിയബിൾ ആയിട്ടുള്ള രീതിയിലേക്കല്ല ഇങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിനെ പിള്ളേർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂസ് കൂടെ ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? Yeah, so societal change actually happens when there are success stories around us, right? ആ സക്സസ് സ്റ്റോറി കാണുന്നത് വരെ ആ സക്സസ് സ്റ്റോറിയെ ഇമാജിൻ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനുള്ള വേൾഡ് വ്യൂ ഇല്ലാത്തവരാണ് അതിനെ സംശയത്തോടെ കാണുന്നത്. ബട്ട് വൺസ് ദ സക്സസ് സ്റ്റോറി സ്റ്റാർട്ട് കമ്മിങ് ഇൻ, naturally people will start trusting the process, trusting it, right? So 2012 ടൈമിൽ when startup village started, there was a whole lot of conversations around startups, right? And a lot of people coming in and talking about startups, etc. and that is when people even started talking about startups, right? ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കീവേഡ് തന്നെ ഒരു മലയാളി സമൂഹത്തിന് പരിചയം വരുന്ന ഈ സ്റ്റാർട്ടപ്പ് വില്ലേജും അതിന്റെ ചുറ്റുമുള്ള കുറെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ കുറെ ന്യൂസും കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും നടന്നു കഴിഞ്ഞപ്പോഴത്തേനാണ്. അപ്പം I could very well see it from first hand about what is the change which is happening around in our community, right? അപ്പം അങ്ങനെ ഒരു കാര്യം I would say huge change has happened. And as we see more and more of these stories coming out, more and more of these interesting things that people do come out, that will change. I would say we have been changing, and we have been on an accelerated path of change, in fact. And of course, there has to be. We are nowhere compared to a US community or anything, or ഒരു സിലിക്കൺ വാലി കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പക്ഷേ ഐ ട്രൂലി ബിലീവ് ഇറ്റ് ക്യാൻ ഓൺലി ഹാപ്പൻ. അതൊരു നമ്മൾ എന്താ പറയുക, ഒരു സ്വിച്ച് ഇട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ആസ് മോർ സക്സസ് സ്റ്റോറീസ് കം ഔട്ട് ഓഫ് ദിസ് തിങ്, നാച്ചുറലി ഇറ്റ് വിൽ ചേഞ്ച്. And I think we are on an accelerated path with the worldview that people have, with the information that is coming across. രാവിലെ വരുന്ന പത്രത്തിനപ്പുറം there is a lot of news and lot of information which is coming into people. With that, things are absolutely changing at a very fast pace, and I'm very positive about that change happening very soon. Last question, like as a student idana basically whether I should complete my studies, work somewhere, gain some experience, and go with my dream by building a startup, or I should again start soon after I left my college. Right. So ഇത് രണ്ടും viable approach ആണ്. I wouldn't want to comment on it because I can totally understand there are a lot of other factors as well come into play, right? In the case, I wanted to work because I wanted to. I mean, I couldn't actually take a risk for a very long time, and I wanted that stable income, right? Right out of college, right? And I wanted, my family wanted it, right? So I mean, അങ്ങനത്തെ ഒരുപാട് റീസൺസ് അവിടെ ഉണ്ടാവാം, റൈറ്റ്? സോ അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷേ, റൈറ്റ്, if you really want to start off, and if your decision is that I cannot start off right now, I will be able to start off only after 2 years or 3 years, then do yourself one thing, right, which is go work for a startup. നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിലും go work for a startup. If you work for a big company like Infosys or TCS or any large company like that, you might not really gain the experience which is relevant for a startup. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ the minimum thing that you can do for yourself is go work for a startup. That is where you'll learn the stuff around, learn things on the ground, right? That is a minimum thing that you can do. Now beyond this, നിങ്ങൾ ഓൾറെഡി 4th ഇയർ കഴിഞ്ഞിട്ട് നിൽക്കില്ല, 4th ഇയർ ആയ ആളല്ലെങ്കിൽ, if you are still in 1st year or 2nd year or 3rd year, what I would say is start now, right?
So by the time you are in the third year or by the end of your college, third year avasano alle fourth year avasano okay ettunna samayam kondu, you will have tried something out, either succeeded in it or failed in it, right? And you would have actually figured out ചില കേസിൽ after trying out for 1 year 2 year you would have actually figured out how to actually go about it, right? അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ തുറന്നു വന്നിട്ടുണ്ടാവും, right? ഇനി അതല്ല നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പോലും that's a huge learning. Then you can go work somewhere else and come back after some time. That is always possible. So summarizing my answer, if you are in the early days of your college, start right away while you have the risk free time, so that by end of your college time you can decide what you want to do. If you are already at the end of your college, you can, I mean, it's your decision what is the channel that you want to take. You want to start immediately or you want to work sometime and then start. But if you're deciding to start off after working somewhere, make sure you work in a startup. Okay, questions are over. Thank you so much, Jofin. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഞാൻ പറഞ്ഞു നേരത്തെ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടെയാണ്. കാരണം ഈ ഒരു ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ കൾച്ചർ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരാമെന്നും അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കി സ്വാംശീകരിച്ച് എങ്ങനെ കുട്ടികൾക്ക് അതൊരു സ്റ്റാർട്ടപ്പ് ആയാലും അതൊക്കെ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മാറാൻ പറ്റുന്നതിൻ്റെ ചില ഓപ്പർച്യൂണിറ്റീസും അതുപോലെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കൾച്ചറിലേക്ക് വരാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ ആ സ്കിൽസും എല്ലാം താങ്കൾ വളരെ നന്നായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തത്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവജനങ്ങളും അല്ലെങ്കിൽ ഇത് അടുത്ത ഒരു യങ് ജനറേഷനും ഒരുപക്ഷെ അത് അവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഇതുവഴി അവരുടെ ഫ്യൂച്ചറായിട്ടുള്ള ഭാവിയിൽ അവരുടെ ഓണ്ടർപ്രണർഷിപ്പിലേക്കുള്ള യാത്രയിലും അത് വളരെ ഉപയോഗപ്രദമാവും എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ KDISCന്റെ പേരിലും ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാവരുടെ പേരിലും ജോഫിന് അകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും നമുക്ക് താങ്കളുടെ ഇതുപോലുള്ള ടോക്ക് സീരീസിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സഹായത്തിനും വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും KDISCന്റെ പേരിലും ICT അക്കാദമിയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു സ്പീക്കറുമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം അടുത്ത ആഴ്ച. താങ്ക് യു. Sure. Thanks a lot for having me. Thank you.